നമസ്കാരം. വിശ്വഗുരുവിന്റെയൊക്കെ ഒരു ഇരട്ടത്താപ്പ് കാണണേ. വയനാട് വന്നൊരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് പോയിട്ട് 15 ദിവസം പൂർത്തീകരിക്കുന്നു. ചില്ലിക്കാശ് ആ ദുരിതബാധിത പ്രദേശത്തുള്ളവർക്ക് അനുവദിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 10-ാം തീയതിയാണ് ആ ഫോട്ടോഷൂട്ട് വരക്കും പോക്കും ഒക്കെ നടന്നത്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ വൈകാരികമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ടപ്പോൾ ഇപ്പോ വയനാടിന് വേണ്ടി ചെന്നുടനെ എന്തെങ്കിലുമൊക്കെ അങ്ങ് തള്ളി മറിക്കുമെന്നാണ് സംഘികൾ പറഞ്ഞിരുന്നത്. കേരളത്തോട് സംഘികൾക്കും ഒപ്പം കേന്ദ്ര സർക്കാരിനുമുള്ള മനോഭാവം ഒരിക്കൽ കൂടി തുറന്നു കാട്ടുകയാണ്. ഇക്കഴിഞ്ഞ ജൂലൈ 30-നാണ് ഈ മുണ്ടക്കൈ, ചൂരൽമല അല്ലെങ്കിൽ അട്ടമല എന്ന പ്രദേശത്തൊക്കെ കോരിച്ചൊരിയുന്ന അതിതീവ്ര മഴയുണ്ടായി. അതിന് പിന്നാലെ ഉരുൾപൊട്ടിയത്. അതിനുശേഷം കൃത്യമായി പറഞ്ഞാൽ 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്രയും വലിയ ദുരന്തമുണ്ടായ പ്രദേശത്ത് സന്ദർശിക്കാനെത്തുന്നത്. ആ ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ തന്നെ കേന്ദ്രം ചെയ്തു തരേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നും ആരും പറയുന്നില്ല. സൈന്യത്തെയും അല്ലെങ്കിൽ NDRF അല്ലെങ്കിൽ SDRF പോലുള്ള എല്ലാ സംവിധാനങ്ങളെയും, സൈന്യത്തെയും എയർഫോഴ്സിനെയും അല്ലെങ്കിൽ അടിയന്തരമായി വേണ്ട ഈ എയർ ലിഫ്റ്റിങ്ങിന് വേണ്ട സഹായങ്ങളെല്ലാം കേന്ദ്രം ചെയ്തു തന്നു. ചെയ്ത കാര്യത്തെ ചെയ്തില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ദുരന്തം കഴിഞ്ഞിപ്പോ തീയതി ഓഗസ്റ്റ് 25 ആയിരിക്കുകയാണ്. 3 ദിവസവും 4 ദിവസവും കൂടി കടക്കുമ്പോൾ ഒരു മാസം പിന്നിടുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളം ഒരു വിശദമായ മെമ്മറാണ്ടം സമർപ്പിച്ചിട്ടുണ്ട്. 1200 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് സർക്കാരിന്റെ കണക്കാക്കൽ. 2000 കോടി രൂപ അടിയന്തരമായി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇവിടെ വന്ന് ആശുപത്രിയിലെ ഫോട്ടോഷൂട്ട്, ദുരന്തബാധിത പ്രദേശത്തെ ഫോട്ടോഷൂട്ട്, ആ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ഫോട്ടോഷൂട്ട്, ഇതെല്ലാം കഴിഞ്ഞ് മടങ്ങിപ്പോയതിനു ശേഷവും ഇവിടെ നടത്തിയ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമുണ്ട്. അവസാനം ഗുജറാത്തിലെ ഒരു സംഭവത്തേക്ക് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം കേട്ടപ്പോൾ നമുക്കും തോന്നി, ഒരു വിശാലമായ മാനുഷിക മുഖമുണ്ടല്ലോ എന്നുള്ള കാര്യം. എവിടെ? ഇത്രയും ദിവസമായിട്ട് ആ നാടിന് വേണ്ടി ചില്ലി കാശ് അനുവദിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? രാഷ്ട്രീയപരമായിട്ടാണ് ഈ നാട്ടിലെ കാര്യങ്ങളെല്ലാം അവർ നോക്കിക്കാണുന്നത്. അതിന്റെ പേരിലുള്ള പകപോക്കലുകൾ എല്ലാ കാര്യത്തിലും ചെയ്യുകയാണ്. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അതൊന്നും ഒരു പ്രശ്നമുള്ള സംഭവമല്ല. ആ മനുഷ്യരെ എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ളതും ഇവരുടെ പ്രശ്നമേ അല്ല. വീമ്പ് പറച്ചിലും ഡയലോഗ് അടിയും. അതിനപ്പുറത്തേക്ക് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുഗമിച്ചിട്ടുള്ള ഈ വിശ്വഗുരു ഉൾപ്പെടെയുള്ളവർ ഈ നാട്ടിൽ വന്നിട്ട് ആ കൊച്ചിനെയൊക്കെ പിടിച്ചു നിർത്തിയുള്ള ആ ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് സംഘികൾ വലിയ ആഘോഷം നടത്തി. എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നയാ പൈസ അനുവദിച്ചില്ലെന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? ഈ അടുത്ത ദിവസം ത്രിപുരയിൽ കേവലം ഒരു പ്രകൃതി ദുരന്തത്തിൽ 12 പേർ കൊല്ലപ്പെട്ടവർക്ക് 40 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഈ ഒരു ദുരന്തം അതൊരു ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ പോലും ആ സന്ദർഭം വിനിയോഗിച്ചിട്ടില്ല. രാഷ്ട്രീയമല്ലേ? രാഷ്ട്രീയം ഇല്ലേ? ചോദിക്കേണ്ടി വരികയാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ഈ നാട്ടിലെ ജനങ്ങൾ കൊടുത്ത നികുതി പണത്തിന്റെ മുകളിലിരിക്കുന്ന ഒരു വ്യക്തി അതെല്ലാം വാങ്ങി കൈയടക്കി വെച്ചതിന് ശേഷം ആ നാട്ടിലെ ജനങ്ങൾ ഒരു വലിയ ദുരന്തത്തിൽ ചെന്ന് പെടുമ്പോൾ അതിൽ യാതൊരു തീരുമാനമെടുക്കാതെ വൈകിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിന്റെ പേരിലാണ്? ആ ജനതയെ ഉടനടി ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണമെന്നുള്ള ചിന്താഗതിയില്ല. അവനൊക്കെ അത് സംഭവിച്ചെങ്കിൽ വച്ചനത്തട്ടെ എന്ന മനോഭാവമുണ്ടെന്ന് പറയേണ്ടി വരികയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കിണഞ്ഞ് ചെയ്യുന്നുണ്ട്. അതിൽ ചിലപ്പോൾ പ്രതിപക്ഷത്തിന് പോലും എതിരഭിപ്രായം ഉണ്ടാകണമെന്നില്ല. കാര്യം ഈ അപകടമുണ്ടായതിനു ശേഷം അല്ലെങ്കിൽ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം അവിടുത്തെ മനുഷ്യരെല്ലാം മേപ്പാടി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലാണ് സർക്കാർ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങി അവിടെ അവർക്ക് ആഹാരം വേണ്ടത് നിർമ്മിച്ചു നൽകി ഇത്രയും ദിവസം അവരെ അവിടെ പോറ്റിയത്. കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് ഓരോ മനുഷ്യരെയും കാത്തു സൂക്ഷിച്ചത്. അതിനുവേണ്ടി കേരളത്തിന്റെ പൊതു മനസാക്ഷികൾ ചെയ്ത സഹായങ്ങളും വിലമതിക്കാൻ കഴിയാത്തതാണ്. അവിടെ ഒറ്റ മനസ്സാലെ എല്ലാ സംഘടനകളും ഒരുമിച്ചിറങ്ങി അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള തീവ്ര പ്രയത്നം എല്ലാവരും ഒരുപോലെ ചെയ്തു. പക്ഷേ നമ്മുടെ നാടിനെ സഹായിക്കേണ്ടവർ ഇത്രയും ദിവസമായി, ഒരു പ്രധാനമന്ത്രി വന്നിട്ട് 15 ദിവസമായി കഴിഞ്ഞിരിക്കുന്നു, ഒരു തരത്തിലും ഒരു ആദ്യഘട്ട പാക്കേജോ ഒരു ദേശീയ ദുരന്തമാണോ എന്ന് പോലും അദ്ദേഹത്തിന് കണ്ടിട്ട് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. ഈ നാട് ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഭാഗമാണ്. ഈ നാടിന് ഇത്രയും വലിയ ദുരന്തമുണ്ടായി. 500-ലേറെ മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 200-ലധികം പേരെ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ബാക്കിയുള്ള മനുഷ്യരുടെ ഡെഡ് ബോഡി പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 27 ദിവസം പൂർത്തീകരിക്കുമ്പോഴും അവിടത്തെ തിരച്ചിൽ തുടരുകയാണ്. ഒരു മന്ത്രി അവിടെ സ്റ്റേ ചെയ്ത് ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ വന്ന് വലിയ ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് പോയിട്ടുള്ള വ്യക്തികൾ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാതെ മൗനം അവലംബിച്ചുകൊണ്ട് മറ്റേതെങ്കിലും ദുരന്തം രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വരികയാണെങ്കിൽ അതിലേക്ക് വാർത്ത കത്തിക്കയറുമ്പോൾ ഇക്കാര്യം പതിയെ 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 അങ്ങ് മറവിയിലേക്ക് ആണ്ടോളുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള നെറുകേട് കാണിക്കുന്നത്.
ഡയലോഗ് അടിയല്ലല്ലോ, അല്ലെങ്കിൽ ഗീർവാണം പറച്ചിലല്ലോ. ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഏത് കാര്യം വന്നാലും ഡയലോഗ് അടിക്കപ്പുറം ഒരു ചുക്കുമില്ല. കാര്യം ഇതാണ് അവസ്ഥ. നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇത്രയും വലിയൊരു ദുരന്ത ബാധിത പ്രദേശം സന്ദർശിച്ചിട്ട് ഒരു വൈകാരികമായിട്ടുള്ള ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ചെന്ന ഉടനെ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഒരു അടിയന്തര സഹായമെങ്കിലും പ്രഖ്യാപിക്കുമായിരുന്നു. ഇത്രയും ദിവസമായിട്ട് അത് വൈകിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ വെച്ച് അനത്തട്ടെ, അവന്മാർക്കൊക്കെ അത് വരേണ്ടത് തന്നെയാണ് എന്ന തോന്നൽ ഈ രാജ്യത്തെ നയിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടെന്ന് തോന്നുന്ന സാഹചര്യം തന്നെയാണ്. അങ്ങനെ തന്നെയാണ് പറയേണ്ടിയും വരുന്നത്. അല്ലാതെ ഇത്രയും ദിവസമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പാക്കേജും അനുവദിക്കാതെ ഇതിനെ ഒരു ദേശീയ ദുരന്തമായിട്ടും ഈ ദുരന്തത്തിൽ നിന്ന് റിക്കവറി ചെയ്യാൻ വേണ്ടിയുള്ള ഈ ഫണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് എന്താണ് ആ വിഷയത്തിൽ അമാന്തമുണ്ടാകുന്നത്? BJP ഭരിക്കുന്ന ത്രിപുരയിൽ കേവലം 12 പേർക്ക് ജീവിതം, അത് പറഞ്ഞാൽ 12 പേരെന്ന് പറഞ്ഞാൽ വില കുറച്ചല്ല, ഒരു മനുഷ്യരുടെയും ജീവൻ അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നിലപാട്. പക്ഷേ സംഭവിച്ചിടത്തേക്ക് വളരെ പെട്ടെന്ന് സഹായം എത്തിക്കുകയും കേരളത്തെ അവഗണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിനർത്ഥം? ഈ നാടിന് തരേണ്ട പല വിഹിതങ്ങളും തരാതെ ഇതുപോലെയാണ് ചവിട്ടിപ്പൂഴ്ത്തി വച്ചിരിക്കുന്നത്. എന്നിട്ട് മാധ്യമങ്ങളിലൂടെ കുറെ ഇല്ലാത്ത കഥയും കുറെ ഇല്ലാത്ത ഡയലോഗുകളും കാച്ചിവിട്ടിട്ട് അത് സംഘികളെ കൊണ്ട് വായ്ത്താരി ഇടിയിച്ച് പറയിച്ചുകൊണ്ട് നടക്കുക. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു സംസ്ഥാനത്തെ സഹായിക്കാൻ ഒരു രാജ്യം വൈകുന്നത്? ഇതിനിപ്പോ കുറെ ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കും. കാര്യം ഈ ഡയലോഗ് അടിക്കാനും കഥ മെനയാനും ഒക്കെ ഇവരെ വെച്ചിട്ടേ വേറെ ആരുള്ളൂ. എന്തായാലും ഈ നാടിനോട് കാണിക്കുന്ന കടുത്ത അനീതിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ സംഭവം. സംസ്ഥാന സർക്കാർ കഴിയുന്നതിന്റെ പരമാവധി ആ ജനതയെ സഹായിക്കാൻ വേണ്ടി ഇടപെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പുനരധിവാസം എന്നുള്ള നിലയ്ക്ക് ആദ്യഘട്ടത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് സ്വന്തം വീടുകളിലേക്ക് വാടകയ്ക്ക് വീടുകൾ കണ്ടെത്തി അവരെ അങ്ങോട്ടേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ സർക്കാർ സഹായിച്ചിരിക്കുന്നത്. ഒപ്പം ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ പണം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പോക്കറ്റ് മണിയായിട്ട് 10,000 രൂപ കൊടുത്തു. അവർക്ക് കേരള ബാങ്കിൽ അടയ്ക്കേണ്ട പണങ്ങൾ അല്ലെങ്കിൽ വായ്പകൾ എഴുതി തള്ളിക്കൊടുത്ത് സഹായിച്ചു. ദൈനംദിനം 300 രൂപ വെച്ച് ഇവരുടെ ഓരോരുത്തരുടെയും കൈകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള ഇടപെടൽ നടത്തുകയാണ്. കുട്ടികളെ വീണ്ടും സ്കൂളിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്കൂൾ വീണ്ടും തുറക്കാൻ പോവുകയാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ സംസ്ഥാനം ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാമെന്നുള്ള യാതൊരു മര്യാദയും കാട്ടാതെയാണ് ഈ മൗനം അവലംബിക്കുന്നതും ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താതിരിക്കുന്നതും. പിന്നെ ഇവിടെ നിന്നൊരു കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ, ഡയലോഗ് അടി വീരൻ എന്ന് പറഞ്ഞാൽ എന്ത് ചോദിച്ചാലും ഡയലോഗ് കാച്ചുക, സിനിമാ സ്റ്റൈലിൽ നടന്നു പോവുക, അതിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ലെന്ന് വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. കേരളത്തിനെ അവഗണിക്കുന്നതിൽ അല്ലെങ്കിൽ വയനാടിനുണ്ടായ ഈ ദുരന്തത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഈ നാടിന് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കേണ്ട സഹായത്തിൽ നിന്ന് മൗനം അവലംബിച്ചും പല മുട്ടാപ്പോക്ക് ന്യായങ്ങളും കണ്ടെത്തി വൈകിപ്പിക്കുന്ന ആ സമീപനം എല്ലാ കാര്യത്തിലും, നമുക്ക് വായ്പ എടുക്കേണ്ട കാര്യത്തിൽ, നമുക്ക് തരേണ്ട വിഹിതങ്ങൾ തരേണ്ട കാര്യത്തിൽ, അർഹമായിട്ടുള്ള നമ്മുടെ കേന്ദ്ര വിഹിതം ഈ നാടിനെത്തേണ്ട എല്ലാ കാര്യത്തിലും ഇതേ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇത് ഒരു തുറന്ന ഉദാഹരണം കൂടിയായി മാറുകയാണ്. ഈ നാടിന് കിട്ടേണ്ട അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കാൻ കാലതാമസം ഉണ്ടാക്കാൻ ഒരു കാരണം ഈ കേന്ദ്ര സർക്കാരാണെന്ന് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്നതെന്ന് നിശ്ചയമായും ചൂണ്ടിക്കാട്ടേണ്ടി വരികയാണ്.